അടുത്ത നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്ന ഡിസീസ് സ്ട്രോക്ക് ആണ്. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ സെറിബ്രോ വാസ്കുലർ ഡിസീസ് എന്നും പറയും. അപ്പോപ്ലെക്സി എന്ന് സ്ട്രോക്കിനെ പറ്റി പറയും. അപ്പോപ്ലെക്സി എന്ന് കണ്ട സ്ട്രോക്ക് ആണ്. സ്ട്രോക്ക് അക്യൂട്ട് സിവിയർ മാനിഫെസ്റ്റേഷൻ ആണ്. കാർഡിയോവാസ്കുലർ ഡിസീസിന്റെ അക്യൂട്ട് സിവിയർ മാനിഫെസ്റ്റേഷൻ ആണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഫിസിക്കലും മെന്റൽ ക്രിപ്ലിംഗ് ഉണ്ടാകും എന്ന് വെച്ചാൽ തളർന്നു പോകാൻ ചാൻസസ് കൂടുതലാണ്. സ്ട്രോക്ക് ഉണ്ടായ മരിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് സ്ട്രോക്ക് ഉണ്ടായ. ഈ സ്ട്രോക്കിനെ WHO എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 24 മണിക്കൂറിന് കൂടുതൽ റാപ്പിഡ്ലി ഡെവലപ്ഡ് ക്ലിനിക്കൽ സൈൻ ഓഫ് ഫോക്കൽ ഡിസ്റ്റർബൻസ്, സെറിബ്രൽ ഫംഗ്ഷനിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുക. അത് 24 മണിക്കൂറിൽ കൂടുതലായിരിക്കണം. അല്ലെങ്കിൽ ലീഡിങ് ടു ഡെത്തിലേക്ക് നയിക്കുന്ന കാരണമായിരിക്കണം. അല്ലെങ്കിൽ വാസ്കുലാർ ബ്ലഡ് വെസൽസ് അല്ലാതെ സെറിബ്രോ വാസ്കുലർ ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തല്ലാതെ ഒരു അപ്പാൻഡ് കോസും ഉണ്ടാവാൻ പാടില്ല. എന്നാലേ സ്ട്രോക്ക് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. 24 മണിക്കൂറിൽ കൂടുതലായിരിക്കണം. സെറിബ്രൽ ഫംഗ്ഷനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിരിക്കണം. ഡെത്തിലേക്ക് പോകാനായിരിക്കണം അതിന്റെ കോസ്. പിന്നെ വാസ്കുലർ ഒറിജിൻ അല്ലാതെ വേറൊരു ബ്ലഡ് വെസൽ റിലേറ്റഡ് അല്ലാതെ വേറൊരു ഒറിജിനും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആയാലേ സ്ട്രോക്ക് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. 24 മണിക്കൂറിന് മുൻപേ ആണ് വരുന്നെങ്കിൽ അത് ട്രാൻസിയന്റ് ഇഷീമിക് അറ്റാക്ക് ആണ്, അല്ലാതെ സ്ട്രോക്ക് അല്ല. 24 മണിക്കൂറിന് മുന്നേ വരുവാണെങ്കിൽ അത് ട്രാൻസിയന്റ് ഇഷീമിക് അറ്റാക്ക് ആണ്, സ്ട്രോക്ക് അല്ല. 24 മണിക്കൂറിന് ശേഷം വരുവാണെങ്കിൽ സ്ട്രോക്ക് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്ട്രോക്ക് സിംറ്റം ഹെമറേജ്, ട്യൂമർ, ട്രോമ, ആ കേസുകളിൽ ഒന്നും സ്ട്രോക്ക് ആയിട്ട് ഡെഫിനി ചെയ്യാൻ പറ്റൂല. സ്ട്രോക്ക് സിംറ്റംസ് ആണ്, സ്ട്രോക്ക് അല്ല. സ്ട്രോക്ക് 24 മണിക്കൂർ കൂടുതലായിരിക്കണം. ബ്ലഡ് വെസൽ ഒറിജിൻ, വാസ്കുലർ ഒറിജിൻ ആയിരിക്കണം. പിന്നെ ലീഡിങ് ടു ഡെത്ത് കോസ് ചെയ്യാൻ ചാൻസ് കാണും. മെയിൻ ആയിട്ടുള്ളത് 24 മണിക്കൂർ കൂടുതലായിരിക്കും. 24 മണിക്കൂർ കുറവാണെങ്കിൽ അത് ട്രാൻസിയന്റ് ഇഷീമിക് അറ്റാക്ക് ആണ്, സ്ട്രോക്ക് അല്ല. മെയിൻ ആയിട്ട് ഒരു അബ്രിവേഷൻ നിങ്ങളുടെ എക്സാം എന്തുവാനും ചോദിക്കും. ട്രാൻസിയന്റ് ഇഷീമിക് അറ്റാക്കിന്റെ അബ്രിവേഷൻ TIA എന്തുവാന്ന് ചോദിക്കും. TIA ട്രാൻസിയന്റ് ഇഷീമിക് അറ്റാക്ക്. സ്ട്രോക്ക് സിംറ്റംസ് ഹെമറേജ്, ട്യൂമർ, ട്രോമ ഉള്ളവരെ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുക. സ്ട്രോക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സെറിബ്രൽ ആക്ഷന്റെ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ സെറിബ്രൽ ഫംഗ്ഷന്റെ ഡിസ്റ്റർബൻസ് മെയിൻ ആയിട്ട് 3 മോർഫോളജിക്കൽ അബ്നോർമാലിറ്റീസ് ആണ് കോസ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റീനോസിസ്, ബ്ലഡ് വെസൽ നാരോ ചെയ്യുക. 2 റപ്ചർ ഓഫ് ആർട്ടറീസ് പൊട്ടിപ്പോവുക. 3 ഡിസ്ഫങ്ഷൻ ഓഫ് ബ്രെയിൻ. സ്ട്രോക്കിന്റെ വേരിയസ് മാനിഫെസ്റ്റേഷൻസ് ആണ് ഈ പറയുന്നത് കേട്ടോ. എങ്ങനെ സ്ട്രോക്ക് ഉണ്ടാവും? ഒന്ന് സ്റ്റീനോസിസ്, ബ്ലഡ് വെസൽ നാരോ ചെയ്ത് സ്ട്രോക്ക് ഉണ്ടാവും. റപ്ചർ ഓഫ് ആർട്ടറീസ് പൊട്ടിപ്പോയി സ്ട്രോക്ക് ഉണ്ടാവും. പിന്നെ ഡിസ്ഫങ്ഷൻ ഓഫ് ബ്രെയിനിന്റെ ഫങ്ഷൻസ് ഡിസ്ഫങ്ഷൻ ചെയ്യാം. അങ്ങനെ ആ ഡിസ്ഫങ്ഷൻ ചെയ്യുന്നത് കുറെ ന്യൂറോളജിക്കൽ സയൻസ് ആൻഡ് സിംറ്റംസിനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് കോമ, അൺകോൺഷ്യസ്നെസ്, കോമ, ഫുള്ളി അൺകോൺഷ്യസ്. പിന്നെ ഹെമിപ്ലീജിയ, മോണോപ്ലീജിയ, പാരപ്ലീജിയ, മൾട്ടിപ്പിൾ പാരാലിസിസ്, സെൻസറി ഇമ്പയർമെന്റ്. അതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ തളർന്നു പോകുമ്പോൾ നമ്മുടെ ആ സെൻസസ് വർക്ക് ചെയ്യത്തില്ലല്ലോ. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. ഒരു വശം തളർന്നു പോയാൽ ഫുള്ള് ആ സെൻസസ് വർക്ക് ചെയ്യത്തില്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ ഇമ്പയർമെന്റ് ഉണ്ടാവും, ഡിസേബിലിറ്റി ഉണ്ടാവും. ടൈപ്പ് ഓഫ് പാരാലിസിസ്, നേരത്തെ ഞാൻ പറഞ്ഞ കോമ, ഹെമിപ്ലീജിയ, മോണോപ്ലീജിയ, പാരാപ്ലീജിയ ഇല്ലേ, അതാണ് ഈ സംഭവം. സ്ട്രോക്കിനുണ്ടാവുന്ന മെയിൻ 3 എണ്ണമാണ്: ഹെമിപ്ലീജിയ, മോണോപ്ലീജിയ, പാരപ്ലീജിയ. ഒന്നുമില്ല. ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞാൽ ഒരു വശം തളർന്നു പോവുക, ഹെമിപ്ലീജിയ. മോണോപ്ലീജിയ പറഞ്ഞാൽ ഒരു കാലോ ഒരു കൈയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തളർന്നു പോവുക. പാരപ്ലീജിയ പറഞ്ഞാൽ 2 കാല് തളർന്നു പോവുക. പാരപ്ലീജിയ 2 കാല് അരഭാഗം കഴിഞ്ഞിട്ട് തളർന്നു പോകുന്നു. മോണോപ്ലീജിയ ഒരു വശം മാത്രം, ഒരു വശത്ത് ഒരെണ്ണം മാത്രമേ തളർന്നു പോകാൻ ചാൻസസ് ഉള്ളൂ. കറക്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഈ പാരാലൈസ്ഡ് ആവുന്ന അവസ്ഥ ആണ് ക്വാഡ്രിപ്ലീജിയ. സ്ട്രോക്ക് ഉണ്ടാകുന്ന മെയിൻ 3 കണ്ടീഷൻസ് ആണ്: ഒന്ന് ഹെമിപ്ലീജിയ, ഒന്ന് മോണോപ്ലീജിയ, ഒന്ന് പാരപ്ലീജിയ. ഹെമിപ്ലീജിയ ഒരു വശം തളർന്നു പോകുന്നു, മോണോപ്ലീജിയ ഒരു കാല് തളർന്നു പോകുന്നു, പാരപ്ലീജിയ എങ്കിൽ 2 കാലും തളർന്നു പോകുന്ന അവസ്ഥ. കാലിൽ തളർന്നു പോകാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും. അങ്ങനെ തളർന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അവിടെ സെൻസറി ഇമ്പയർമെന്റ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. മൾട്ടിപ്പിൾ പാരാലിസിസ് ആണ് മെയിൻ സ്ട്രോക്കിന്റെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഇനി സ്ട്രോക്ക് നമ്പർ ഓഫ് സിംറ്റംസ് ഉണ്ട്. അത് ഏറ്റിയോളജിയും ട്രീറ്റ്മെന്റും ഡിഫറെന്റ് ആണ്. സ്ട്രോക്ക് പലതരത്തിലുണ്ട്. സ്ട്രോക്കിന്റെ ഓരോ മാനിഫെസ്റ്റേഷൻസ് ആണ് പറയുന്നത്. ജസ്റ്റ് ആ നെയിം ഓർത്ത് വെച്ചാൽ മതി, അല്ലാതെ അത് വലുതായിട്ട് പഠിക്കാനൊന്നുമില്ല. ഒന്ന് ഇഷീമിക് സ്ട്രോക്ക് ഉണ്ട്, ഒന്ന് ഹെമറാജിക് സ്ട്രോക്ക് ഉണ്ട്. സ്ട്രോക്കിന്റെ വേരിയസ് ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ പറയുന്നത്. ഒന്ന് ഇഷീമിക് സ്ട്രോക്ക്, ഒന്ന് ലാക്വിന ഇൻഫ്രാക്ഷൻ, ബ്രെയിനിലെ ആർട്ടറി പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ലാക്വിന ഇൻഫ്രാക്ഷൻ. കരോട്ടിഡ് സർക്കുലേഷൻ ഒബ്സ്ട്രക്ഷൻ, കരോട്ടിഡ് ആർട്ടറിയിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നത്. ബ്രെയിനിലോട്ട് സപ്ലൈ ചെയ്യുന്ന, ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ് കരോട്ടിഡ് ആർട്ടറി. കരോട്ടിഡ് ആർട്ടറി ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുക. പിന്നെ വെർട്ടിബ്രോ ബേസിലെ ഒബ്സ്ട്രക്ഷൻ, അത് ആർട്ടറി കൊണ്ടുണ്ടാകുന്ന ഒബ്സ്ട്രക്ഷൻ ആണ്. പിന്നെ ഹെമറാജിക് സ്ട്രോക്ക്, സ്പോണ്ടേനിയസ് ഇൻട്രാസെറിബ്രൽ ഹെമറേജ്. പിന്നെ ഇൻട്രാക്രാനിയൽ അനൂറിസം, ആർട്ടറിയുടെ ബൾജ് ചെയ്യുന്നതാണ് അനൂറിസം എന്ന് പറയുന്നത്. പിന്നെ സെറിബ്രറി ഹെമറേജ് ഉണ്ടാകും, സ്പോണ്ടേനിയസ്, എന്തോ കോസ് കൊണ്ടോ ഹെമറേജ് ഉണ്ടാകുന്ന, അങ്ങനെ സ്ട്രോക്ക് ഉണ്ടാകുന്നതാണ്
സ്പോണ്ടേനിയസ് ഇൻട്രാസെർബുലർ ഹെമറേജ്. അന്യൂറിസം എന്ന് പറയുമ്പോൾ ബൾജിങ് ഓഫ് വാൾ ഓഫ് ആർട്ടറി. പിന്നെ സബ് അരാക്കിനോയിഡ് മാത്രമുണ്ട്, പിയാ മാറ്റർ ഉണ്ട്, ഡ്യൂറാ മാറ്റർ ഉണ്ട്. അവിടെ ഹെമറേജ് സബ് അരാക്കിനോയിഡ് മാറ്ററി ഹെമറേജ് ഉണ്ടാകുമ്പോഴാണ് സബ് അരാക്കിനോയിഡ് ഹെമറേജ് എന്ന് പറയുന്നത്. ബ്രെയിനിന്റെ ഓരോ മാറ്റേഴ്സ് ആണ്. പിന്നെ ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻ, അങ്ങനെ കൊണ്ടും ഹെമറാജിക് സ്ട്രോക്ക് ഉണ്ടാവും. 2 ടൈപ്പ് സ്ട്രോക്ക് ഉണ്ട്, ഇസ്കീമിക് സ്ട്രോക്ക്, ഹെമറാജിക് സ്ട്രോക്ക്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ ജസ്റ്റ് ഈ നെയിം ഒന്ന് നോക്കി വെച്ചാൽ മതി. അല്ല വലുതായിട്ടൊന്നും നോക്കാനില്ല, അതിന് ചോദിക്കാനുള്ള ചാൻസും വളരെ കുറവാണെന്ന് തോന്നും. പിന്നെ സ്ട്രോക്കിന്റെ മോർബിഡിറ്റി മോർട്ടാലിറ്റി. സ്ട്രോക്ക് പേഷ്യൻസ് ഫസ്റ്റ് വീക്കിനകം റിസ്ക് ഓഫ് ഡെത്ത് വളരെ വളരെ കൂടുതലാണ്. ഈവന്റിന് കഴിഞ്ഞ് പിന്നെ സ്ട്രോക്ക് ഉണ്ടായി മരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് സ്ട്രോക്ക് പേഷ്യൻസിന് റിസ്ക് ഓഫ് ഡെത്ത് വളരെ വളരെ കൂടുതലാണ്. സ്ട്രോക്ക് ഉണ്ടായ റിസ്ക് ഓഫ് ഡെത്ത് കൂടുതലാണ്. അതുകൊണ്ട് ഈ ഡിസീസ് വരാതിരിക്കാനാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. പിന്നെ 20-50% ഫസ്റ്റ് മന്തിനകം ഡൈ ചെയ്തിരിക്കും. അത് ടൈപ്പ്, സിവിയറിറ്റി, ഏജ്, എഫക്റ്റീവ്നെസ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏജ് കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് ഉണ്ടായി മരണപ്പെടാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. 20-50% ഡൈ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് മോർട്ടാലിറ്റി ഇത്രയും കൂടുതൽ സ്ട്രോക്കിന്. പിന്നെ സർവൈവ് ചെയ്യുന്ന പേഷ്യൻസിന് ചിലപ്പോൾ ഡിസേബിലിറ്റി കാണത്തില്ല, ചിലപ്പം മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഡിസേബിലിറ്റി ഉണ്ടാവാം. തളർന്നു പോകാനുള്ള ചാൻസസ് ഞാൻ വന്നില്ല. അതാണ് ഈ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഡിസേബിലിറ്റി. ചിലവർക്ക് ചെറിയൊരു ഭാഗം മാത്രം തളർന്നു പോകും, ചിലവർക്കൊക്കെ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു സൈഡൊക്കെ മാക്സിമം തളർന്നു പോകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ചിലർക്ക് ഡിസേബിലിറ്റി കാണത്തില്ല, സ്ട്രോക്കിൽ നിന്ന് അവർ പൂർണ്ണമായിട്ട് സർവൈവ് ചെയ്യും. സ്ട്രോക്കിന്റെ മെയിൻ റിസ്ക് ഫാക്ടേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഒന്ന് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ സ്ട്രോക്കിന്റെ റിസ്ക് ഫാക്ടർ ആണ്, സ്ട്രോക്ക് ഹൈപ്പർ ടെൻഷന്റെ റിസ്ക് ഫാക്ടർ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. സെർബ്രൽ ത്രോംബോസിന്റെ മെയിൻ റിസ്ക് ഫാക്ടർ ആണ് സെർബ്രൽ ഹെമറേജും. ഹൈപ്പർ ടെൻഷൻ മോസ്റ്റ് റിസ്ക് ഫാക്ടർ ആണ്. ത്രോംബോസിസ് എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ സ്ട്രോക്കിന്റെ ഹൈപ്പർ ടെൻഷൻ ആണ്. അതിപ്പം ചിലപ്പം ജസ്റ്റ് വൺ വേർഡ് ആയിട്ട് ചോദിക്കും. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ ഓഫ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് സ്ട്രോക്ക്. ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാൻ ഹൈപ്പർ ടെൻഷൻ കാരണമാകും. ബി പി കൂടുന്നതനുസരിച്ച് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാൻ കാരണമാകും, അങ്ങനെ സ്ട്രോക്ക് ഉണ്ടാകാൻ കാരണമാകും. മേജർ റിസ്ക് ഫാക്ടർ ആണ് ഹൈപ്പർ ടെൻഷൻ. പിന്നെ കാർഡിയക് അബ്നോർമാലിറ്റീസ്, ഹൃദയത്തിന്റെ ഓരോ അബ്നോർമാലിറ്റീസും ഉണ്ട്. എന്തെങ്കിലും ഡിസീസ് മൂലം ഇപ്പം അങ്ങനെ അബ്നോർമാലിറ്റീസ് ഉണ്ടായാൽ സ്ട്രോക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, അങ്ങനെ സ്ട്രോക്ക് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ബ്ലഡ് ലിപ്പിഡ്, സീറം കൊളസ്ട്രോൾ. ഇപ്പൊ നേരത്തെ ഹൈപ്പർ ടെൻഷന്റെ അതേ കേസ് തന്നെ, സീറം കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് ഹൈപ്പർ ടെൻഷന് കൂടാം. അങ്ങനെ ഹൈപ്പർ ടെൻഷൻ മൂലം സ്ട്രോക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടുന്ന അവസ്ഥ. വെയിറ്റ് കൂടുമ്പോൾ ബി പി കൂടാം, അതിനനുസരിച്ച് സ്ട്രോക്കിന്റെ റിസ്ക്കും ഇൻക്രീസ് ചെയ്യും. പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്, വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ തേൻ ഒഴിക്കുമ്പോൾ ഹൈലി ഷുഗർ ഉള്ള പേഷ്യൻസിന് ഈ തേൻ ഒരു ഗ്ലാസ് പുതർത്ത് ഒഴിക്കുമ്പോൾ എങ്ങനെയാ ഈ തേൻ നീങ്ങുന്നത്, ചരിച്ചൊഴിക്കുമ്പോൾ ഈ തേൻ എങ്ങനെ നീങ്ങുന്നത്, അതുപോലെ ആയിരിക്കും ബ്ലഡ് നീങ്ങുന്നത്. അതനുസരിച്ച് രക്തം എത്തത്തില്ല എല്ലായിടത്തും. അങ്ങനെ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഷുഗർ ഉള്ളവർക്കാണ് ഈ വിസ്കോസിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് വരുന്നത്. പിന്നെ ഓറൽ കൺട്രാസെപ്റ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഹൈപ്പർ ടെൻഷന്റെ റിസ്ക് ഫാക്ടർ ആണ്. അങ്ങനെ ഹൈപ്പർ ടെൻഷൻ മൂലം സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടർ ഓറൽ കൺട്രാസെപ്റ്റീവ്സിനുണ്ട്. ഈ സ്ട്രോക്കിന്റെ റിസ്ക് ഫാക്ടർ പഠിച്ച മെയിൻ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സിമിലർ ടു CSD, കൊറോണ ഹാർട്ട് ഡിസീസിന്റെ മേജർ റിസ്ക് ഫാക്ടേഴ്സ് ഇതൊക്കെ തന്നെയാണ്. ഹൈപ്പർ ടെൻഷൻ ആണ്, കാർഡിയാക് അബ്നോർമാലിറ്റീസ്, ഡയബറ്റീസ്, പിന്നെ സീറം കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥ, ഒബീസിറ്റി, സ്മോക്കിംഗ്, പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്, വിസ്കോസിറ്റി. നേരത്തെ പറഞ്ഞ ഗ്ലാസ് പ്രതലത്തിന്റെ കാര്യം. അത് ഗ്ലാസ് പ്രതലത്തിൽ തേൻ ഒഴിച്ചാൽ അങ്ങനെ വിസ്കോസിറ്റി കൂടുതൽ, തേനിന് വിസ്കോസിറ്റി കൂടുതലായതുകൊണ്ട് പതുക്കെ നീങ്ങത്തുള്ളൂ. അങ്ങനെ ഷുഗർ കൂടിയ പേഷ്യൻസിന് അങ്ങനെ ആയിരിക്കും ബ്ലഡ് നീങ്ങുന്നത്. അതുകൊണ്ട് വിസ്കോസിറ്റി അതനുസരിച്ച് കൂടുതലാണ്. വിസ്കോസിറ്റി കുറയ്ക്കാനാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത്. അത് റിസ്ക് ഫാക്ടർ ആണ് സ്ട്രോക്കിന്. അങ്ങനെ ബ്ലഡ് എല്ലായിടത്തും എത്താതെ അങ്ങനെ ഒരു അവസ്ഥ വരും. പിന്നെ ഓറൽ കൺട്രാസെപ്റ്റീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്ട്രോക്കിന് റിസ്ക് ഫാക്ടർ ആണ്. പിന്നെ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ റിസ്ക് ഫാക്ടർ ആണ്. സ്ട്രോക്കിന്റെ റിസ്ക് ഫാക്ടർ പഠിച്ചാൽ CSD റിസ്ക് ഫാക്ടർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. ഇനി ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ TIA, സ്ട്രോക്കിന്റെ ഡെഫിനിഷൻ പെടാത്തതാണ് TIA, ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക്. ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്താണെന്ന് വെച്ചാൽ ഫോക്കൽ റിവേഴ്സിബിൾ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്. അത് 24 മണിക്കൂറിന് അകം നിൽക്കുന്ന സംഭവമാണ് ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക്. 24 മണിക്കൂറിന് വൺഡേ ആ സെയിം സംഭവം ആണെങ്കിൽ മാത്രമേ സ്ട്രോക്ക് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അതൊരു വാർണിംഗ് സൈൻ ആണ്, സ്ട്രോക്കിന്റെ വാർണിംഗ് സൈൻ ആണ്. ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് ഉള്ളവർക്ക് മൈക്രോ എംബ്ലോയി ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. സെറിബ്രോ വാസ്കുലർ ഡിസീസ് ആണ് ഞാൻ ആദ്യം സ്ട്രോക്ക് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ സെറിബ്രത്തിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായി അങ്ങനെ സ്ട്രോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് 24 മണിക്കൂർ ലാസ്റ്റ് ചെയ്യുമെങ്കിൽ ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതൊരു വാർണിംഗ് സൈൻ ആണ്, സ്ട്രോക്കിന്റെ വാർണിംഗ് സൈൻ ആണ്. വേർഡ് ചോദിക്കും, വാർണിംഗ് സൈൻ ഓഫ് സ്ട്രോക്ക് ഈസ് ഡാഷ്, ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക്. ഇനി ഹോസ്റ്റ് ഫാക്ടർ, സ്ട്രോക്കിന്റെ ഹോസ്റ്റ് ഫാക്ടർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഏജ്, അത് നോൺ മോഡിഫൈഡ് റിസ്ക് ഫാക്ടർ ആണ്. നോൺ മോഡിഫൈഡ് ആണ് ഏജ്. സ്ട്രോക്ക് എല്ലാ ഏജിലും ഒക്കർ ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. പക്ഷെ 47%
ഇപ്പൊ എല്ലാവരും ഒക്കെ ചെയ്യുന്ന 47% കേസസ് ഒക്കെ ചെയ്യുന്ന 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് സ്ട്രോക്ക് ഏറ്റവും കൂടുതൽ വരാനുള്ള ചാൻസ്. 47% കേസസ് 70 വയസ്സിന് മുകളിലായിരിക്കും. ഏജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ട്രോക്കിന്റെ റിസ്ക് അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പൊ ഏജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൈപ്പർ ടെൻഷൻ, നേരത്തെ പറഞ്ഞ പോലെ BP കൂടാനുള്ള ചാൻസ് ഉണ്ട്, അതിനനുസരിച്ച് റിസ്ക് ഓഫ് സ്ട്രോക്കും അങ്ങനെ കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ സെക്സ്, മെയിൽസിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ഇൻസിഡൻസ് റേറ്റ് കൂടുതൽ. ഫീമെയിൽസിനെ കാട്ടിലും മെയിൽസിനാണ് സ്ട്രോക്ക് ഉണ്ടാവാൻ ചാൻസസ് കൂടുതൽ. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനും ചാൻസ് കൂടുതൽ മെയിൽസിനാണ് ഫീമെയിൽസിനെ കാട്ടിലും. അതൊന്നും നോൺ മോഡിഫൈഡ് റിസ്ക് ഫാക്ടറാണ്. പിന്നെ പേഴ്സണൽ ഹിസ്റ്ററി WHO ഒരു സ്റ്റഡി പറയുന്നത് സ്ട്രോക്ക് പേഷ്യൻസിന് ഒന്നി കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ഡിസീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് സ്ട്രോക്ക് വരാൻ കൂടുതൽ ചാൻസ്. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ഡിസീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാവും. ഹൈപ്പർ ടെൻഷൻ മൂലവും സ്ട്രോക്ക് ഉണ്ടാവും. ഹൈപ്പർ ടെൻഷൻ മേജർ റിസ്ക് ഫാക്ടറാണ്. അങ്ങനെ ഡിസീസ് ഉള്ളതൊക്കെ ഈ സ്ട്രോക്ക് മേജർ ആയിട്ട് വരത്തുള്ളൂ. ഒരു WHO സ്റ്റഡി തെളിയിച്ച കാര്യമാണ്. സ്ട്രോക്ക് പേഷ്യന്റ് രജിസ്റ്റർ ആയിട്ടുള്ള എല്ലാവർക്കും കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഡയബറ്റീസിനോ ഉള്ളവർക്കാണ് സ്ട്രോക്ക് പേഷ്യന്റ് ആയിട്ട് അസോസിയേറ്റഡ് ഡിസീസ് ആയിട്ട് വരാൻ ചാൻസ് കൂടുതൽ. ഈ സ്ട്രോക്കിന്റെ മേജർ ഒരു കൺട്രോൾ പ്രോഗ്രാമിന്റെ കാര്യം നമ്മൾ പാർക്ക് പറയുന്നുണ്ട്. സ്ട്രോക്കിന്റെ കൺട്രോൾ പ്രോഗ്രാമിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എല്ലാ കമ്മ്യൂണിറ്റി എഫക്റ്റീവ് മെഷേഴ്സ് കൊണ്ടുവരിക, സ്ട്രോക്കിനെതിരെ എല്ലാ പ്രിവെന്റീവ് മെഷേഴ്സ് കൊണ്ടുവരിക എന്നാണ് അർത്ഥം. അതിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഗോസ് ചെയ്യുന്നത് ആർട്ടീരിയൽ BP, എന്ന് വെച്ചാൽ ആർട്ടറിയൽ BP കുറയ്ക്കുക. അങ്ങനെ ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് കുറയ്ക്കുക. ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വാർണിംഗ് സൈൻ ആണ് സ്ട്രോക്ക്. അങ്ങനെ അതിനെ കുറച്ച് കൊണ്ടുവരിക. അതാണ് സ്ട്രോക്ക് കൺട്രോൾ പ്രോഗ്രാമിന്റെ മെയിൻ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഡയബറ്റീസ് അസോസിയേറ്റഡ് ഡിസീസ് ആണെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞിരുന്നു. അങ്ങനെ അതിന്റെ റിസ്ക് ഫാക്ടർ കുറയ്ക്കുക. പിന്നെ സ്മോക്കിംഗ് ആൽക്കഹോൾ ഉള്ളവർക്ക് സ്ട്രോക്ക് ഒക്കെ ഉണ്ടാകാൻ ചാൻസസ് കൂടുതലാണ്, അത് കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ അതിന്റെ ഒരു പുതിയ അപ്രോച്ചുകളാണ് പറയുന്നത് കൺട്രോൾ ഓഫ് ഡയബറ്റീസ്, സ്മോക്കിംഗ് പ്രിവെൻഷൻ. പിന്നെ റിസ്ക് ഫാക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ ടെൻഷൻ, അതുപോലത്തുള്ള ഓറഗൺ കൺട്രാസിറ്റി, അതുപോലത്തുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ കുറച്ച് കൊണ്ടുവരിക, പ്രിവെന്റ് ചെയ്യുക. സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റ് പറയുന്നത് കൺട്രോൾ ഓഫ് കോംപ്ലിക്കേഷൻ. സ്ട്രോക്ക് ഇപ്പം ഡിസേബിലിറ്റി ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ കോംപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അങ്ങനെ സ്ട്രോക്കുമായിട്ട് ബേസ് ചെയ്ത ഡ്രഗ്സും കാര്യങ്ങളും കൊടുക്കുക. പിന്നെ ഫോളോ അപ്പ് ആണ് ഏതൊരു നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെയും മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഫോളോ അപ്പ് ആണ്. ഫോളോ അപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ആ കേസിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഫോളോ അപ്പ് ആണ് മെയിൻ. ട്രീറ്റ്മെന്റ് ഓഫ് സ്ട്രോക്ക് കൺട്രോൾ ഓഫ് കോംപ്ലിക്കേഷനും ഫോളോ അപ്പിനെയും ബേസ് ചെയ്തിരിക്കുന്നു. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഹെൽത്ത് പേഴ്സണൽ പബ്ലിക്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. നമ്മളിപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യണം. സ്ട്രോക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, എങ്ങനെയൊക്കെ അപ്രോച്ചുകളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കണം, പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് എന്ത് ചെയ്യണം, പിന്നെ കാർഡിയോവാസ്കുലർ ഡിസീസ് ഉള്ളവർക്ക് സ്ട്രോക്ക് വരാനുള്ള എന്തൊക്കെ കാരണങ്ങളുണ്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യുക എന്നാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം.